CMRL കേസിൽ കേന്ദ്രത്തോട് ചോദ്യങ്ങളുമായി ദില്ലി ഹൈക്കോടതി ഈ SFIO നൽകിയ ഉറപ്പ് പാലിച്ചില്ലെന്ന വളരെ ഗുരുതരമായ വിമർശനമാണ് ഇപ്പോൾ ദില്ലി ഹൈക്കോടതി മുന്നോട്ട് വച്ചിരിക്കുന്നത്. കുറ്റപത്രം നൽകില്ല എന്ന് ഉറപ്പ് എന്തുകൊണ്ട് പാലിച്ചില്ല എന്നാണ് ജസ്റ്റിസ് സുബ്രഹ്മണ്യം പ്രസാദ് ഇപ്പോൾ SFIOയോട് കേന്ദ്ര സർക്കാരിനോട് ചോദിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ നമുക്കറിയാം ഈ കേസ് ജൂലൈയിൽ പരിഗണിക്കാൻ വേണ്ടി ആ സമയത്ത് ഹൈക്കോടതി പോസ്റ്റ് ചെയ്തതായിരുന്നു. അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൽ തുടർ നടപടികൾ പാടില്ല, കുറ്റപത്രം സമർപ്പിക്കുന്ന അടക്കമുള്ള ഒരു നടപടികളും പാടില്ല എന്ന് SFIOയോട് അന്ന് പറഞ്ഞതായിരുന്നു ഹൈക്കോടതി. പക്ഷേ ആ ഉറപ്പ് ലംഘിച്ചുകൊണ്ട്, അന്ന് നൽകിയ ഉറപ്പ് ലംഘിച്ചുകൊണ്ട് കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുകയായിരുന്നു SFIO ചെയ്തത്. അതിനെതിരെ രൂക്ഷമായ വിമർശനമാണ് ഇപ്പോൾ ദില്ലി ഹൈക്കോടതി മുന്നോട്ട് വച്ചിരിക്കുന്നത് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇവിടെ നമുക്കറിയാം ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള രാഷ്ട്രീയ നീക്കങ്ങളൊക്കെ വളരെ പ്രധാനമായി നമ്മുടെ മുന്നിൽ നിൽക്കുന്ന വാർത്തകളാണ്. പതിവായി അത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതുമാണ്. ഇവിടെ ഈ SFIOയ്ക്ക് ഈ കേസ് അന്വേഷിക്കാൻ തരത്തിലുള്ള ഈ അധികാരമുണ്ടോ എന്നതടക്കമുള്ള വിഷയങ്ങൾ വരെ ചർച്ചാ വിഷയമായിട്ട് നിൽക്കുകയാണ്. കാരണം രണ്ട് കമ്പനികൾ തമ്മിലുള്ള ഫ്രോഡ്ലൻസ് അന്വേഷിക്കാൻ മാത്രമാണ് SFIO എന്ന് പറയുന്ന സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് അർഹതയുള്ളൂ. ഇവിടെ അത്തരത്തിലൊരു ആരോപണം CMRL കേസുമായി ബന്ധപ്പെട്ട് വന്നിട്ടേയില്ല. ഇവിടെ എന്താണ് സംഭവിച്ചത്? ഇവിടെ ഈ ലാഭം കുറച്ച് കാണിക്കാൻ വേണ്ടി ചെലവ് പെരുപ്പിച്ച് കാട്ടി എന്ന CMRLുമായി ബന്ധപ്പെട്ട ആദായ നികുതി വകുപ്പിന്റെ ഒരു കേസ് മാത്രമാണ് നിൽക്കുന്നത്. അവിടെ ഒരു കമ്പനി ഫ്രോഡ്ലൻസ് നടത്തി, രണ്ട് കമ്പനികൾ തമ്മിൽ ഫ്രോഡ്ലൻസ് നടത്തി എന്ന SFIOയുടെ പരിധിയിൽ വരേണ്ട ഒരു പ്രശ്നം വന്നിട്ടേ ഇല്ല എന്ന് നമുക്കറിയാം. അപ്പോൾ ആ കേസിലേക്ക് എങ്ങനെ SFIO വരുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. അതുമാത്രമല്ല, SFIO കേസിൽ വന്ന് അവർ അന്വേഷണം നടത്തി കോടതിയിലേക്ക് CMRL അതിനെതിരെ ഹർജിയുമായി ചെല്ലുമ്പോൾ ആ ഹർജിയിൽ അന്ന് കോടതി SFIOയോട് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ജൂലൈയിൽ ഈ കേസ് പരിഗണിക്കുന്നത് വരെ ഇനി ഇതിൽ മറ്റൊരു തുടർ നടപടികളും പാടില്ല എന്ന് വളരെ കൃത്യമായി എന്ന് പറഞ്ഞു വെച്ചതാണ്. അതിനെ അടക്കം ലംഘിച്ചുകൊണ്ടാണ് പ്രത്യേക കോടതിയിൽ ഇപ്പോൾ ഏതായാലും ഈ വാർത്ത വലിയ രാഷ്ട്രീയ വിവാദങ്ങൾ നമ്മുടെ നാട്ടിൽ സൃഷ്ടിച്ചതാണ്. ഇതിനെതിരെ ഇവിടെ നടത്തിയ കോലാഹലങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ പ്രതികരണങ്ങൾ കൂടി ഈ വിഷയത്തിൽ വേണം. അഡ്വക്കേറ്റ് K അനിൽകുമാർ നമ്മളോടൊപ്പം ടെലിഫോണിൽ ചേരുകയാണ്. ശ്രീ അനിൽകുമാർ, ഇതാ ദില്ലി ഹൈക്കോടതി കേന്ദ്ര സർക്കാരിനോട് ചോദിച്ചിരിക്കുകയാണ്, ഈ SFIO എന്ന് പറയുന്ന അന്വേഷണ ഏജൻസി കോടതിക്ക് നൽകിയ ഉറപ്പുകൾ പോലും ലംഘിക്കുന്ന ഒരു സംവിധാനമായി മാറിയത് ഏത് തരത്തിലാണെന്ന്. നമ്മുടെ രാജ്യത്തിന്റെ അതിനെ ലംഘിച്ചുകൊണ്ട് കടന്നാക്രമണം നടത്താൻ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇന്ത്യ രാജ്യത്തെ എല്ലാ അന്വേഷണ ഏജൻസികളുടെയും പൊതുനയം. അതിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആണ് മുന്നിൽ നിൽക്കുന്നതെങ്കിൽ അതിനെ കടത്തിവിട്ടാനാകുമോ എന്നുള്ളതാണ് നിർമ്മലാ സീതാരാമന്റെ കീഴിലുള്ള SFIO പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. കൃത്യമായും ഒരു ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്ത് അവസാനിപ്പിച്ചൊരു കാര്യമാണ് CMRLുമായി ബന്ധപ്പെട്ട വിഷയം. അത് അവസാനിപ്പിച്ചെന്ന് മാത്രമല്ല, ഇൻകം ടാക്സ് നിയമത്തിനകത്ത് ആ ഉത്തരവ് മറ്റൊരു കാര്യത്തിൽ ഉപയോഗിക്കാൻ പാടില്ല എന്ന് വ്യക്തമായി നിയമപരമായ വിലക്കുണ്ടായിരിക്കെ ഇതുമായി ബന്ധപ്പെട്ട ഒരു നടപടിയിലേക്ക് SFIO പോയി. ആ ഘട്ടത്തിലാണ് CMRL നിയമപരമായി ഇത് ചൂണ്ടിക്കാണിച്ച് ഹൈക്കോടതിയിൽ എത്തിയത്. ദില്ലി ഹൈക്കോടതിയിൽ വാദം കേൾക്കുന്ന ഘട്ടത്തിൽ ഞങ്ങൾ കുറ്റപത്രം സമർപ്പിക്കുന്നതിലേക്ക് പോകില്ല, എന്നാൽ അന്വേഷണം നടക്കട്ടെ, ഈ നിലപാടാണ് സ്വീകരിച്ചത്. എന്നാൽ അവിടുത്തെ ജഡ്ജിയുടെ സ്ഥലം മാറ്റം ഉണ്ടാകുമെന്ന് ഉറപ്പ് വന്നപ്പോ ഒരു ജഡ്ജി മാറിയാൽ ഞങ്ങൾക്ക് അനുകൂലമായി മറ്റൊരു കോടതി ഉണ്ടാകാം എന്ന തരത്തിലേക്ക് ആ ജഡ്ജി സ്ഥലം മാറുന്നത് കാത്തിരുന്നിട്ട് ജഡ്ജി സ്ഥലം മാറിയൊന്നും തന്നെ കോടതിക്ക് തങ്ങൾ കൊടുത്ത വാക്ക് വിഴുങ്ങിക്കൊണ്ട് നിയമവിരുദ്ധമായി ഒരു കുറ്റപത്രം കൊടുക്കുകയും വളരെ വേഗം അതിന്റെ പകർപ്പിന് EDക്ക് അപേക്ഷ കൊടുക്കുകയും ED ഉപയോഗിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയെയും മകളെയും വേട്ടയാടാനുള്ള ഒരു പുതിയ വഴി തേടുകയുമാണ് SFIO അതിനെ കരുനീക്കിയത്. SFIOയും EDയും നടത്തിയ ഗൂഢാലോചനയാണ്. ഈ ഗൂഢാലോചനയുടെ നേതൃത്വം കേന്ദ്ര സർക്കാരിനാണ്, കേന്ദ്ര മന്ത്രിമാർക്കാണ്, RSSനാണ്, BJPക്കാണ്. അത് കേരളത്തിൽ ഇടതുപക്ഷത്തിന് നടന്ന കടന്നാക്രമണത്തിന്റെ മുഖമാണിത്. അതുകൊണ്ട് തന്നെ നിയമപരമായി ഇപ്പോൾ ഇന്ന് വന്നിട്ടുള്ള കോടതി ഉന്നയിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളൊക്കെ തന്നെ SFIOയുടെ മുഖത്തുള്ള അടിയാണ്, EDയുടെ മുഖത്തുള്ള അടിയാണ്. സുപ്രീം കോടതി ഏത് കേസുകളിലാണ് EDക്ക് താക്കീത് കൊടുത്തത്? SFIOയ്ക്ക് ആദ്യമായി താക്കീത് കൊടുക്കുന്നതിലേക്ക് രാജ്യത്തെ നിയമ സംവിധാനം എത്തിയിരിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട വിഷയം, ഈ കേസ് SFIOയുടെ പരിധിയിൽ വരുന്നതാണോ എന്ന വളരെ പ്രധാനപ്പെട്ട പ്രശ്നം കൂടിയില്ലേ? സാധാരണഗതിയിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് എന്താണ്? SFIO അന്വേഷിക്കാൻ വരുന്നത് എവിടെയാണ്? രണ്ട് കമ്പനികൾ തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള ഫ്രോഡ്ലൻസ് വന്നാൽ മാത്രമാണല്ലോ അവിടെ SFIO വരികയുള്ളൂ. ഈ CMRL വിഷയത്തിൽ നമ്മൾ അത്തരത്തിലൊരു ആക്ഷേപം എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇത് ആദായ നികുതി വകുപ്പുമായി ബന്ധപ്പെട്ട ഡിസ്പ്യൂട്ട് മാത്രമാണ് നിൽക്കുന്നത്. ഈ ലാഭം കുറച്ച് കാണിക്കാൻ വേണ്ടി ചെലവ് പെരുപ്പിച്ച് കാണിച്ചു എന്ന വിഷയം, അവിടെ എങ്ങനെ SFIO വന്നു എന്ന പ്രധാനപ്പെട്ട വിഷയവും നിൽക്കുന്നില്ലേ? അതെ, സീരിയസ് ഫ്രോഡ് എന്താന്നുള്ളത് നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്താണ് കമ്പനി നിയമത്തിന്റെ സീരിയസ് ഫ്രോഡ്? ഏതെങ്കിലും ഒരു ഡയറക്ടർ അദ്ദേഹത്തിന്റെ കമ്പനിയിലെ പണം തനിക്ക് ബന്ധമുള്ള മറ്റൊരു കമ്പനിയിലേക്ക് ചോർത്തിക്കൊണ്ട് പോകുന്നതിനെയാണ് കമ്പനി നിയമത്തിൽ സീരിയസ് ഫ്രോഡ് എന്ന് പറയുന്നത്.
ഇവിടെ മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയുമായി കരാറുണ്ടാക്കി സേവന കരാറിന്റെ ഭാഗമായി 3 വർഷം കൊണ്ട് അവർക്ക് പ്രതിഫലം നൽകിയ വിഷയത്തിനകത്ത് മുഖ്യമന്ത്രിയുടെ മകൾ സേവനം കൊടുക്കാതെ കമ്പനിയെ കബളിപ്പിച്ചു എന്ന ആരോപണം ഉന്നയിക്കുന്ന ആർക്കെതിരെയാണ്? മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ. എന്നിട്ടോ അതിൽ പ്രതിയാകുന്നത് ആരാണ്? ഒന്നാം പ്രതി ആകുന്ന ആരാണ്? ഏതൊരു കമ്പനിയാണോ കരാറുണ്ടാക്കിയത് കമ്പനി പ്രതിയാകുകയാണ്. ഇതെങ്ങനെയാണ് രണ്ടുപേരും പ്രതിയാകുന്ന ഒരു കേസ് SFI എടുക്കാൻ പറ്റുന്നത്? യഥാർത്ഥത്തിൽ സേവനം നൽകാതെ കബളിപ്പിച്ചെന്ന് ആരോപിക്കപ്പെടുന്ന മുഖ്യമന്ത്രിയുടെ മകളുടെ വിഷയത്തിൽ അങ്ങനെ ആരോപണം ഉന്നയിക്കുന്നവരെ പ്രതിയാക്കാനാകാത്ത വിധം ഒരു വകുപ്പാണ് SFIO.